എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ചക്കയുടെ സീസണാണല്ലോ. അപ്പോൾ കുറച്ച് മൂത്ത ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് വെച്ചിട്ടൊരു ചക്ക മുളീശാണ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ വീഡിയോ ആണ് നമുക്ക് ചെയ്യാൻ പോകുന്നത്. ചിലവർ ഈ കറിയെ ചക്ക എരിശ്ശേരി എന്നൊക്കെ പറയാറുണ്ട്. ഞങ്ങളിവിടെ ചക്ക മുളീശ എന്ന് തന്നെയാണ് പറയാറ്. ഇത് നല്ല ചക്ക, മൂത്ത ചക്കയാണ്. ഇതിന് മഞ്ഞ കളറുണ്ടെന്നില്ല, പക്ഷെ മധുരമൊന്നും വന്നിട്ടില്ല. ഇതിവിടെ പലാക്കത്തിയിലാണ് മുറിച്ചത്. എന്നിട്ട് ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാൻ പോവുകയാണ്. കുറച്ച് കറിവേപ്പില കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട്. ഇത് ഒറ്റ വിസിലേ വേണ്ടൂ. ചക്ക ഇതുപോലെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കാം. വെളിച്ചെണ്ണയും കുറച്ച് വെള്ളം ഒഴിക്കും. കുരുമുളകിൻ്റെ ഒരു കുത്തൽ പോകാൻ വേണ്ടിയിട്ടാണ് വേവിച്ച ഉടനെ തന്നെ വെളിച്ചെണ്ണയും വെള്ളം തളിച്ചു കൊടുക്കുകയും ചെയ്യുന്നത്. കറിക്ക് വേണ്ട അരവ് തയ്യാറാക്കാം. അതിന് തേങ്ങ, ജീരകം എന്നിവ നന്നായിട്ട് അരച്ചെടുക്കുക. നമ്മളിന്ന് അമ്മിയിലാണ് അരച്ചെടുക്കുന്നത്. ഇന്ന് മുളീശ തയ്യാറാക്കുന്നത് അമ്മയാണ്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് തേങ്ങ അരച്ചു കൊടുക്കാമെന്ന്. അയ്യോ, ഇതാരാ? അപ്പോൾ നമ്മുടെ വാസൂട്ടൻ ഇവിടെ വന്നിട്ട് എന്തൊക്കെയോ വികൃതി കാണിച്ചുകൊണ്ടിട്ടുണ്ട്. തേങ്ങ അരക്കുന്ന എടുത്ത് വന്ന് ഞങ്ങളുടെ അമ്മി പുറത്താണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് തേങ്ങയൊക്കെ അരക്കുന്നത്. അമ്മിയിലൊക്കെ അരച്ച് തയ്യാറാക്കുന്ന കറികൾക്കൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ. അതുകൊണ്ടാണ് ഞാനിന്നിപ്പോൾ അമ്മിയിൽ അരച്ച് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. മതി. മുളീശത്തിന് വേണ്ട അരവ് റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിത് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കയിലേക്ക് അരവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അടുപ്പിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചക്ക മുളീശത്തിന് എരിവും ചെറിയൊരു മധുരവും നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഇതിലൊരു കഷ്ണം വെല്ലം കൂടി ഇടുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട വറവ് തയ്യാറാക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലോട്ട് കടുകും ഉഴുന്നുപരിപ്പും കറിവേപ്പിലയും ഇട്ട് കടുക് പൊട്ടി ഉഴുന്നുപരിപ്പ് ബ്രൗൺ നിറമാകുന്ന സമയത്ത് തേങ്ങ ഇട്ടിട്ട് ഇതുപോലെ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ബ്രൗൺ നിറമാവണം. അതിനുശേഷം നമുക്ക് മുളീശത്തിലോട്ട് ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചക്ക മുളീശ ഇവിടെ തയ്യാറായിട്ടുണ്ട്. കുരുമുളക് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുരുമുളകിട്ട കറി നമ്മൾ കഴിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണേ. താങ്ക്